ഇതാണ് സീകോട്ട്, ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജയിൽ. 500 വർഷത്തിലേറെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഏറ്റവും ക്രൂരന്മാരായ ചില കുറ്റവാളികളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ തടവുകാർ മെത്തയില്ലാത്ത മെറ്റൽ ബങ്കുകളിൽ ഉറങ്ങുന്നു. അവർക്ക് നിയന്ത്രിത ഭക്ഷണക്രമമാണുള്ളത്. കൂടാതെ അവർ ദിവസത്തിലെ 24 മണിക്കൂറിൽ 23 മണിക്കൂറും ഒരു സെല്ലിനുള്ളിൽ ചെലവഴിക്കുന്നു. ഓരോ സെല്ലിലും 150 തടവുകാരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. എല്ലാവരും ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളാണ്. സ്വകാര്യത എന്നതിവിടെയില്ല. അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കണം. കൂടാതെ അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളോടൊപ്പം സഹവസിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. അതായത് ശത്രുക്കളായ 3 ഗുണ്ടാ സംഘങ്ങൾ വരെ ഒരേ ജയിലിലും ഒരേ സെല്ലിലും കഴിയേണ്ടി വരും. പണ്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ തന്നെയായിരുന്നു എൽ സാൽവഡോറിലെ എല്ലാം നിയന്ത്രിച്ചിരുന്നത്: തെരുവുകൾ, ജയിലുകൾ, കോളനികൾ. എന്നാൽ ഇന്ന് ഏറ്റവും അപകടകാരികളായ ഈ കുറ്റവാളികൾ ടെററിസം കൺഫൈൻമെന്റ് സെന്ററിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും വലുതും ക്രൂരവുമായ ജയിലുകളിൽ ഒന്നായ സീകോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾക്ക് കാണാം. അവസാനം വരെ കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. മധ്യ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമായ എൽ സാൽവഡോറിന്റെ തലസ്ഥാനത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെ ഒറ്റപ്പെട്ടതും സൈന്യം പൂർണ്ണമായും കാവൽ നിൽക്കുന്നതുമായ ഒരു മേഖലയിലാണ് സീകോട്ട് ജയിൽ സ്ഥിതി ചെയ്യുന്നത്. 2022 നിർമ്മിച്ച 40,000 തടവുകാരെ വരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ഈ കൂറ്റൻ ജയിൽ 8 പ്രത്യേക മോഡ്യൂളുകൾ ചേർന്നതാണ്. കൂടാതെ 1,66,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അവയ്ക്ക് 700 മീറ്റർ നീളവും 237 മീറ്റർ വീതിയുമുണ്ട്. ഓരോ ജോഡി മോഡ്യൂളുകൾക്കും ചുറ്റും 3 മീറ്റർ ഉയരമുള്ള മുള്ളുകമ്പികളുള്ള 2 പ്രത്യേക വേലികളുണ്ട്. ഈ ജയിൽ മുഴുവൻ 9 മീറ്റർ ഉയരമുള്ള ഉറപ്പുള്ള കോൺക്രീറ്റ് മതിലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിനു മുകളിൽ 15,000 വോൾട്ട് പ്രവഹിക്കുന്ന 3 മീറ്റർ ഉയരമുള്ള വൈദ്യുത വേലിയുണ്ട്. ആരും രക്ഷപ്പെടില്ലെന്നുറപ്പാക്കാൻ റൈഫിളുകളുമായി ഗാർഡുകളുള്ള 19 വാച്ച് ടവറുകൾ ജയിലിലുണ്ട്. ഈ ജയിലിൽ പ്രവേശിക്കുന്നവർ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകാത്ത വിധം വിധിക്കപ്പെട്ടവരാണ്. ലോകത്തിലെ ഏറ്റവും വലുതും കർശനവുമായ ഒരു മെഗാ ജയിലാണിത്. 2015 എൽ സാൽവഡോർ ലോകത്തിലെ ഏറ്റവും അക്രമാസക്തമായ രാജ്യമായി കണക്കാക്കപ്പെട്ടിരുന്നു. ആ വർഷം ഓരോ 1,00,000 പൗരന്മാരിൽ ഏകദേശം 106 കൊലപാതകങ്ങൾ നടന്നതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2019 തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിൽ നയീബ് ബുക്കേലെ കുറ്റകൃത്യങ്ങൾക്കെതിരെ അഭൂതപൂർവമായ ഒരു പോരാട്ടം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ 2022 നാഷണൽ കോൺഗ്രസിന്റെ സഹായത്തോടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതുവഴി 70,000-ലധികം പൗരന്മാരെ തടവിലാക്കി. ആ വർഷം കൊലപാതക നിരക്ക് 1,00,000-ന് 7.8 കുത്തനെ കുറഞ്ഞു. 2023 ഇതിനിയും കുറഞ്ഞ് 1,00,000-ന് വെറും 1.7 കൊലപാതകം എന്ന നിലയിലെത്തി. 1000 ഗാർഡുകളും സൈന്യത്തിലെ 600 സൈനികരും 250 മിലിറ്ററി പോലീസും ചേർന്നാണ് സീകോട്ടിന് കാവൽ നിൽക്കുന്നത്. ഇതിന് $115 ദശലക്ഷം ചെലവ് വന്നു. കൂടാതെ 7 മാസം എന്ന റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ഇത് നിർമ്മിച്ചത്. ഇത് ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോലീസ് കാവൽ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഈ സ്ഥലത്തേക്കുള്ള ആളുകളുടെ പ്രവേശനം കർശനമായി നിയന്ത്രിക്കുന്നു. ചില റിപ്പോർട്ടിംഗ് ടീമുകൾക്ക് മാത്രമേ ഈ സ്ഥലത്ത് പ്രവേശിക്കാൻ അനുമതിയുണ്ടായിരുന്നു. ഇവിടെ പ്രവേശിക്കുന്ന ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കുടുംബ സന്ദർശനത്തിന് അവകാശമില്ല. 2023 ജനുവരി അവസാനത്തോടെ പ്രസിഡന്റ് നയീബ് ബുക്കേലെയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് അംഗങ്ങളും ചേർന്ന് ഈ ജയിൽ ജനങ്ങളെ പരിചയപ്പെടുത്തുകയും സീകോട്ടിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 2023 ഫെബ്രുവരി 24 പുലർച്ചെ ആദ്യ വലിയ കൈമാറ്റം നടന്നു. ഏകദേശം 2000 തടവുകാരെ മാറ്റിപ്പാർപ്പിച്ചു. എല്ലാവരും മുൻ വർഷം മാർച്ച് മുതൽ നിലവിലുള്ള അടിയന്തരാവസ്ഥ പ്രകാരം പിടിക്കപ്പെട്ട MS-13 പോലുള്ള ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളായി കണക്കാക്കപ്പെടുന്നവരാണ്. തടവുകാരെ ജയിലിലേക്ക് കൊണ്ടുവരാൻ ഏകദേശം 100-ലധികം ബസ്സുകൾ, കാറുകൾ, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ കൂടാതെ വലിയൊരു പോലീസ് സൈനിക സംഘവും ഉൾപ്പെട്ടിരുന്നു. തടവുകാരെ ഷർട്ടില്ലാതെ വെളുത്ത ഷോർട്സ് മാത്രം ധരിച്ച് തല മുണ്ടനടിച്ച് കൈകളിൽ വിലങ്ങ് വെച്ചാണ് ജയിലിലേക്ക് മാറ്റിയത്. സീകോട്ടിലെത്തിയപ്പോൾ തടവുകാരെ ഓരോ സെല്ലുകളിലായി മാറ്റിപ്പാർപ്പിച്ചു. കൂടാതെ അധികൃതർ ഉടൻ തന്നെ ഇൻസ്റ്റാളേഷനുകൾക്കുള്ളിൽ വ്യക്തിഗത രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ചു. എൽ സാൽവഡോറിൽ ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളെ പാൻഡില്ലോറസ് എന്ന് വിളിക്കുന്നു. അവർ സീകോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറുകളിലൂടെയും എക്സ്റേ സ്കാനറുകളിലൂടെയും കടന്നുപോകുക എന്നതാണ് ആദ്യഘട്ടം.
വയറിലോ മലാശയത്തിലോ ഒളിപ്പിച്ചിരിക്കാവുന്ന ആയുധങ്ങളോ അനധികൃത വസ്തുക്കളോ ഉള്ളിലേക്ക് കടത്താനുള്ള ശ്രമം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതിനുശേഷം ഡിജിറ്റൽ വിരലടയാളവും ബയോമെട്രിക് വിശകലനവുമുള്ള രജിസ്ട്രേഷൻ സെക്ടറിലേക്ക് തടവുകാരനെ കൊണ്ടുപോകുന്നു. ഡിജിറ്റൽ ഇംപ്രഷനിലൂടെ ജയിൽ സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്ന തടവുകാരന്റെ യഥാർത്ഥ ഐഡന്റിറ്റി തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ തടവുകാരുടെ അപകട സാധ്യതയുടെ തോതനുസരിച്ച് അവരെ തരംതിരിക്കുന്നു. 1-ാം നമ്പറുള്ളവൻ ഏറ്റവും അപകടകാരിയാവുന്നു. ഇത്തരത്തിലുള്ള കുറ്റവാളികളാണ് സി കോർട്ടിലെത്തുന്നത്. രജിസ്ട്രേഷന് ശേഷം തടവുകാരെ സെൻട്രൽ കോർട്ട്യാർഡിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവരെ ഗ്രൂപ്പ് ചെയ്യുകയും എണ്ണുകയും ചെയ്യുന്നു. കൂടാതെ സെല്ലുകളിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇനി ജീവിതകാലം മുഴുവൻ അവർ താമസിക്കാൻ പോകുന്ന അവസാന സ്ഥലമാണിത്. ഓരോ സെല്ലിലും 4 തട്ടുകളിലായി അടുക്കി വെച്ചിരിക്കുന്ന 80 സ്റ്റീൽ ബങ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവയ്ക്ക് മെത്തകളില്ല. ഓരോ സെല്ലിലും കുളിക്കാൻ വെള്ളം നിറഞ്ഞ 2 സിങ്കുകളും 2 ശൗചാലയങ്ങളുമുണ്ട്. ജയിൽ മുഴുവൻ 24 മണിക്കൂറും ലൈറ്റ് പ്രകാശിക്കുന്നു. ജനലുകളോ പ്രകൃതിനിരമായ വായുസഞ്ചാരമോ ഇല്ല. മേൽക്കൂര മെറ്റാലിക് മെഷ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മുകളിലേക്ക് കയറുന്നത് തടയുകയും ജയിലിലെ നിരീക്ഷണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. ആകെ 256 സെല്ലുകളുള്ള 8 പവലിയനുകളാണുള്ളത്. ഓരോ സെല്ലിനും ഏകദേശം 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. തിരക്കനുസരിച്ച് ഒരു സെല്ലിൽ ശരാശരി 80 മുതൽ 150 വരെ തടവുകാരുണ്ട്. ഒരു തടവുകാരനുള്ള വ്യക്തിഗത സ്ഥലം 5 ചതുരശ്ര മീറ്ററിൽ അല്പം കൂടുതലാണ്. അതീവ സുരക്ഷാ സംവിധാനങ്ങളാണവിടെ. സെല്ലുകൾക്ക് മുന്നിലും അവയ്ക്ക് മുകളിലും ഗാർഡുകളുണ്ട്. കൂടാതെ സ്ഥലത്തിന്റെ ഓരോ ചതുരശ്ര മീറ്ററും ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നിരീക്ഷിക്കുന്ന ക്യാമറ സംവിധാനങ്ങളുമുണ്ട്. തടവുകാർ ജയിലിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കിയാൽ ഏകാന്ത തടവിൽ സമയം ചെലവഴിക്കേണ്ടി വരും. സിമന്റ് ബെഡും ശൗചാലയവും സിങ്കുമുള്ള ഒരു ചെറിയ ഇരുണ്ട മുറി. അവിടെയുള്ള ഏക പ്രകാശം മേൽക്കൂരയിലെ ഒരു ചെറിയ ദ്വാരമാണ്. സീകോർട്ടിൽ തടവിലാക്കപ്പെട്ട കുറ്റവാളികൾ മാരാ സാൽവട്രൂസ, 18 റെവല്യൂഷണറീസ്, 18 സുരേനോസ് എന്നീ ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളാണ്. ഈ സംഘങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് 2015-ൽ എൽ സാൽവഡോറിനെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യമായി കണക്കാക്കാൻ കാരണമായത്. ആ വർഷം മുഴുവൻ പ്രതിദിനം ശരാശരി 18 കൊലപാതകങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. MS-13 ഗ്രൂപ്പിന്റെ അംഗങ്ങളെ സാധാരണയായി 1, 3 എന്നീ അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും ടാറ്റൂകളിലൂടെ സ്വയം തിരിച്ചറിയുന്നു. ബെയ്റോ 18-ലുള്ളവർ പേര് സൂചിപ്പിക്കുന്നത് പോലെ ശരീരത്തിൽ 18 എന്ന നമ്പറോ അല്ലെങ്കിൽ 666 എന്ന നമ്പറോ ടാറ്റു ചെയ്യുന്നു. ഇത് കൂട്ടുമ്പോൾ 18 ആവുകയും പിശാചിനെ പ്രതിപ്പിക്കുകയും ചെയ്യുന്നു. മുഖത്ത് ഗാങ് ടാറ്റു ഉള്ളത് ആ വ്യക്തി സംഘടനയിലെ ഏറ്റവും ക്രൂരനും ഉയർന്ന റാങ്കുള്ളതുമായ അംഗങ്ങളിൽ ഒരാളാണെന്നതിന്റെ അടയാളമാണ്. കൊമ്പുകളുടെ ടാറ്റു അർത്ഥമാക്കുന്നത് അസുരനോടുള്ള ആരാധനയാണ്. കൂടാതെ പലരും പറയുന്നത് അവന്റെ ആജ്ഞപ്രകാരമാണ് തങ്ങൾ പ്രവൃത്തികൾ ചെയ്തതെന്നാണ്. കണ്ണുനീർ തുള്ളികളുടെ ടാറ്റു അർത്ഥമാക്കുന്നത് ആ വ്യക്തി ഇതിനകം ഒരാളുടെ ജീവനെടുത്തു. എത്ര കൂടുതൽ കണ്ണുനീരുണ്ടോ അത്രയും ജീവനുകൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 400-ഉം 500-ഉം 600-ഉം വർഷം തടവ് ശിക്ഷ ലഭിച്ച ഭൂമിയിലെ ഏറ്റവും മോശപ്പെട്ട ഈ കുറ്റവാളികൾക്ക് തങ്ങൾ ഒരിക്കലും ഇനി ഈ സ്ഥലത്ത് നിന്ന് പുറത്തു പോകില്ലെന്ന് അവർക്കറിയാം. കാരണം ഇവർ പുറത്തിറങ്ങിയാൽ മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാക്കും. എന്നാൽ ഇവിടെ അവർ ഒന്നിച്ചാണ്. ഇടം പങ്കിടുന്നു, ഭക്ഷണം പങ്കിടുന്നു, അവർ കുടിക്കുന്ന വെള്ളം പോലും. ഭക്ഷണം ദിവസം 3 നേരം വിളമ്പുന്നു. ഓരോ പ്ലേറ്റും കൃത്യമായി 1 പൗണ്ട് അടങ്ങിയിരിക്കുന്നു എന്നുറപ്പാക്കാൻ തൂക്കി നോക്കുന്നു. ഇത് മൊത്തത്തിൽ ഏകദേശം 450 ഗ്രാം വരും. മെനുവിൽ പൊതുവെ ചോറ്, പയറുവർഗ്ഗങ്ങൾ, പാസ്ത, ടോർട്ടിലുകൾ എന്നിവയടങ്ങുന്നു. സർക്കാരിന്റെ തീരുമാനപ്രകാരം അവർ ഒരിക്കലും മാംസം കഴിക്കില്ല. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും എല്ലാ ദിവസവും മേശപ്പുറത്ത് മാംസം ലഭിക്കുമ്പോൾ മാത്രമേ കുറ്റവാളികൾ മാംസം കഴിക്കുകയുള്ളൂ എന്ന് പ്രസിഡന്റ് ബുക്കേലെ പറയുന്നു. എന്തായാലും അതൊരു മികച്ച തീരുമാനമാണ്. ഫുഡ് ട്രേകൾ സെല്ലിന്റെ വാതിൽക്കൽ വയ്ക്കുന്നു. തടവുകാരിൽ ഒരാളെ അത് ശേഖരിക്കാനും തടവുകാർക്കിടയിൽ വിതരണം ചെയ്യാനും ചുമതലപ്പെടുത്തുന്നു. പാത്രങ്ങൾ തിരികെ നൽകുന്നതിന് മുമ്പ് അവ കഴുകേണ്ടതുണ്ട്. ഓരോ സെല്ലിലും കുടിവെള്ളം ദിവസവും നിറയ്ക്കുന്ന ഈ നീല ബാരലുകളിലാണ് നൽകുന്നത്. തടവുകാരെ 24 അവേഴ്സ് നിരീക്ഷിക്കുന്നു. ഓരോ സെല്ലിന് മുന്നിൽ നിൽക്കുന്ന ഗാർഡുകളെ കൂടാതെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന വീഡിയോ വിജിലൻസ് ക്യാമറകളുടെ ഒരു സർക്യൂട്ടുമുണ്ട്. തടവുകാർ ചെയ്യുന്നതെല്ലാം എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് സെല്ലുകൾക്ക് മുകളിൽ നിൽക്കുന്ന ഗാർഡുകളുമുണ്ട്. ഓരോ ജയിലിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാത്ത ഒരു നിമിഷം പോലും ഇവിടെയില്ല. നിയമപരമായ വിചാരണാ നടപടികൾ പോലും സീകോർട്ടിനുള്ളിലാണ് നടക്കുന്നത്. തടവുകാരെ സെക്യൂരിറ്റി ക്യാമറകളും വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളും സജ്ജമാക്കിയ ഒറ്റപ്പെട്ട മുറികളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവർ ജഡ്ജിമാരുമായും പബ്ലിക് ഡിഫൻഡറുമാരുമായുള്ള വെർച്വൽ വിചാരണകളിൽ പങ്കെടുക്കുന്നു. എല്ലാ നടപടികളും ജയിൽ അധികൃതർ തത്സമയം നിരീക്ഷിക്കുന്നു. തടവുകാർക്ക് കോടതിയുമായോ കുടുംബാംഗങ്ങളുമായോ സ്വകാര്യ അഭിഭാഷകരുമായോ നേരിട്ടുള്ള ബന്ധമില്ല.
ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെറും 30 മിനിറ്റ് നേരത്തേക്ക് ബൈബിൾ വായനയും പഠിപ്പിക്കലും പോലുള്ള മുഹൂർത്തങ്ങളിൽ പങ്കെടുക്കാനും ശാരീരിക പ്രവർത്തികൾ ചെയ്യാനും തടവുകാരെ സെല്ലിൽ നിന്ന് പുറത്തെടുക്കുന്നു. എല്ലാം സ്ട്രിക്റ്റായ സെക്യൂരിറ്റി പ്ലാനോടെയാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തിന്റെ ബാക്കി 23.5 മണിക്കൂറും അവർ അഴിക്കുള്ളിൽ തന്നെയാണ്. തടവുകാരെ പരിചരിക്കാനും പ്രാഥമിക വൈദ്യസഹായം നൽകാനും തടവുകാരുടെ ആരോഗ്യം തുടർച്ചയായി നിരീക്ഷിക്കാനും ഡോക്ടർമാരും നഴ്സുമാരും ലഭ്യമാണ്. തടവുകാർക്ക് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചും വ്യക്തിഗത ആവശ്യാനുസരണവും ദിവസവും മരുന്നുകൾ ലഭിക്കുന്നു. സീക്കോട്ടിലെ ഗാർഡുകളും ഏജന്റുമാരും മാസ്കുകളും ബലക്ലാവുകളും ധരിച്ചാണ് ജോലി ചെയ്യുന്നത്. സൈനികരെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കുക എന്നതാണിതിന്റെ ഉദ്ദേശം. ശത്രുക്കളായി കരുതുന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ സാധ്യതയുള്ള, ഇപ്പോഴും പുറത്ത് സ്വതന്ത്രരായി കഴിയുന്ന ഗുണ്ടാ സംഘങ്ങൾ അവരെ തിരിച്ചറിയുന്നത് ഒഴിവാക്കാനാണിത്. ഈ അടുത്ത് 2025 മാർച്ചിൽ ട്രെൻഡ് ഡി അരാഗ്വ എന്ന ഗുണ്ടാ സംഘത്തിന് പെട്ടവരാണെന്ന ആരോപണത്താൽ അമേരിക്കൻ ഗവൺമെന്റ് 230ഓളം വെനസ്വേലനരെ സീക്കോട്ടിലേക്ക് ഡിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവർ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ കനത്ത സുരക്ഷാ വലയത്തിൽ ബസ്സുകളിലൂടെയും മറ്റ് സുരക്ഷാ വാഹനങ്ങളിലൂടെയും ജയിലിലേക്ക് കൊണ്ടുപോയി. സീക്കോട്ടിലെത്തുന്ന എല്ലാ തടവുകാരുടെയും തല മൊട്ടയടിക്കുന്നു. തിരക്കേറിയ ചുറ്റുപാടുകളിൽ പെയിൻ ശല്യവും മറ്റ് ചർമ്മരോഗങ്ങളും തടയാനാണിത്. അതുകൂടാതെ മൂർച്ചയുള്ള വസ്തുക്കൾ ഒളിപ്പിക്കാൻ മുടി ഉപയോഗിക്കാം. ഇത് മുറിക്കുന്നത് ഈ അപകട സാധ്യത ഇല്ലാതാക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഏത് സ്ഥലത്ത് നിന്നാണ് കാണുന്നതെന്നും ഈ എപ്പിസോഡിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്നും കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. പരക്കട്ടെ പ്രകാശം.